ഈ കൈ നിറയെ മുടിയും കൊണ്ട് വരണത് എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ ഈ മുടിയുടെ അവസ്ഥയും കോലവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കളർ ചെയ്ത ഭാഗം അത്രയും നന്നായിട്ട് നാശമായിപ്പോയി ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് കിടക്കുവാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിനോട് കാണിച്ച ഏറ്റവും വലിയ ദ്രോഹമാണ് അതിനെ പിടിച്ച് ബ്ലീച്ച് വെച്ച് കളർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണ് ഈ മുടി കട്ട് ചെയ്ത് കളയാന്നുള്ളത്. അത്യാവശ്യം നല്ല ലെങ്തിന് വെട്ടിയപ്പോൾ തന്നെ മുടി നല്ല വർക്കത്തും കോലവും വെച്ചായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ മുടിനെ ഇതേ കോലത്തിൽ തന്നെ നല്ല നീട്ടി വളർത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നോക്കാം മുടി നീളം വയ്ക്കുമോ, എത്ര നീളം വയ്ക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. യെസ് ഗായ്സ്, അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി മുടി കയറ്റി വെട്ടിയിട്ടുണ്ട്. മുടി വെട്ടാനുള്ള കൊതി കൊണ്ടിട്ടൊന്നുമല്ല, അങ്ങനെ തുമ്പറ്റ നല്ല ലെങ്തിന് നാശകോശമായി കിടന്നുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് കുറച്ച് നാൾ ഞാൻ വീഡിയോ ഇടാത്തത് എനിക്ക് പനി വന്നിട്ടാണെന്ന്. ഈ പനി വന്ന കുറച്ച് നാൾ എനിക്ക് നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. നോർമലി എനിക്കങ്ങനെ മുടി കൊഴിയാറില്ല, പക്ഷെ പനി വന്നപ്പോഴത്തേനും ആ ഒരു ടൈമിൽ ഒരാഴ്ചയൊക്കെ എനിക്ക് നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പനി വന്നതിന് ശേഷമുള്ള മുടി കൊഴിച്ചിൽ, സാധാരണ പനി വന്നതിന് ശേഷമുള്ള മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് നോർമലാണ്. കാരണം ഈ പനി വരുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറയും. ഇപ്പോൾ പനി വരുന്ന സമയത്ത് നമ്മൾ എന്നും ഓടിച്ചാടി കളിക്കുന്ന പോലെ അങ്ങനെയല്ലല്ലോ, ഒന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങി അങ്ങനെയൊക്കെയല്ലേ മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ ഫുഡും ഒന്നും നല്ല ഹെൽത്തി ഫുഡൊന്നും ആയിരിക്കില്ല കഴിക്കുന്നത്, ജസ്റ്റ് കഞ്ഞി മാത്രം 3 നേരമൊക്കെ അങ്ങനെയൊക്കെയല്ലേ, നമ്മൾ ഒരുപാടൊന്നും കഴിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ന്യൂട്രീഷൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഹെയറിനും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പനി പിടിച്ച ആ ഒരു സമയത്ത് നമുക്ക് മുടി ഒരുപാട് കൊഴിയുന്നത്. ആർക്കെങ്കിലുമൊക്കെ പനിയുണ്ട് ആ സമയത്ത് നല്ലതായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് വളരെ നോർമലാണ്. പിന്നെ അല്ലാണ്ട് വേറെ പ്രത്യേകതരം പനിയൊക്കെ വരുമല്ലോ, ഈ കോവിഡ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ അത്ര നോർമലല്ല. കോവിഡ് വന്ന് മുടി കൊഴിഞ്ഞവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്, അത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ മതി. നന്നായിട്ട് ഫുഡ് കഴിച്ച് മുട്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മുടി കൊഴിച്ചിൽ നന്നായിട്ട് സ്റ്റോപ്പ് ആയിക്കോളും. പിന്നെ ഞാൻ മുടി വെട്ടിയതിൻ്റെ കാര്യം മുടി കൊഴിച്ചിലല്ല, ഓൾറെഡി എൻ്റെ മുടിയുടെ തുമ്പ് അത്ര നല്ല നശിച്ച് ഒരുപാട്, പ്രത്യേകിച്ച് ഞാൻ കളറും കൂടെ ചെയ്ത ആ ഒരു ഭാഗത്ത് നന്നായിട്ട് മുടി നശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുടി വെട്ടാനിട്ട് കുറച്ച് താമസിച്ചു. സാധാരണ ഞാൻ മുടിയുടെ തുമ്പ് 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാശമായി എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ വെട്ടും. ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കൂടുന്ന സമയത്ത് ഞാൻ വെട്ടും. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ടും ഞാനങ്ങനെ മൈൻഡ് ചെയ്യാതെ കുറച്ച് ലാഗ് അടുപ്പിച്ച് നിന്ന്, അങ്ങനെ വന്ന സമയത്ത് ഈ മുടിയുടെ തുമ്പ് നാശമാവുന്ന അങ്ങ് മുകളിലോട്ട് കയറിപ്പോയി. പിന്നെ അത് മൊത്തത്തിൽ അങ്ങ് നാശമായതുകൊണ്ടാണ് ഞാൻ അങ്ങ് നല്ല ലെങ്തിന് തന്നെ വെട്ടിക്കളഞ്ഞത്. പിന്നെ മുടിയല്ലേ, അത് എത്ര വെട്ടിയാലും വളർന്നോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മുടി പെട്ടെന്ന് ലെങ്ത് ഒന്നും വെക്കത്തില്ല. അതിൽ ഈ ചലഞ്ച് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എൻ്റെ മുടി പെട്ടെന്ന് ലെങ്ത് വയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം എന്തായാലും മുടി വെട്ടിയപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം തുമ്പത്തെ വൃത്തിയടക്കം മാറിയിട്ട് ഇപ്പോൾ നല്ല വൃത്തി കിടപ്പുണ്ടൊന്നുമില്ലെങ്കിലും. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഹെയർ കെയർ ചാലഞ്ചിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മുടി ഇതുപോലെ ഞെരുക്കം വെപ്പിക്കാനും പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് വെപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഈ ഒരു 1 മന്ത് ചാലഞ്ച് കഴിയുമ്പോൾ അറിയാം നമുക്ക് ഇതിനൊരു വ്യത്യാസം വരുമോ ഇല്ലെന്ന്. എന്തായാലും ഹെയർ കെയർ ചാലഞ്ചിൽ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാലഞ്ചിൽ സീരിയസ് ആയിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് പാർട്ട് 2 വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്ത് എല്ലാ വൃത്തികേടും ഡാർട്ടും എല്ലാ അഴുക്കൊക്കെ ഇളക്കി കളഞ്ഞല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് ഹെൽത്തിയർ ആക്കിയാണ് ചെയ്യാൻ പോണേ. അതായത് പ്രത്യേകിച്ച് ഇത് ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം സ്കാൽപ്പിനെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാനും ഡാൻഡ്രഫ്, ഡ്രൈനസ്, സ്കാൽപ്പിന്റെ ഡ്രൈനസ് ഒക്കെ മാറ്റാനുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ആ സാധനം എന്ന് ചോദിച്ചാൽ മാറിപ്പോയ ഇത് തന്നെ സാധനം. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ലിക്കോറൈസ്. ലിക്കോറൈസ് എന്ന് വെച്ചാൽ മുള്ളേത്തി എന്നായിരുന്നു മലയാളത്തിൽ പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ലിക്കോറൈസിൻ്റെ റൂട്ടാണ്, മുള്ളേത്തി എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ പറയണത്. ഇത് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ റൂട്ടെന്ന് ചോദിച്ചാൽ മതി, വാങ്ങാൻ കിട്ടും. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങാടിക്കട അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പർപ്പിളിൽ നിന്ന് ഈ സാധനം വാങ്ങിച്ചത്. നിങ്ങൾക്ക് അങ്ങാടിക്കട അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് അങ്ങനെ വാങ്ങിച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പൊടിയായിട്ട് പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ്. പർപ്പിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിലൊക്കെ കാണും കേട്ടോ. ഇത് ഹെയറിനും സ്കിന്നിനും ഒരുപോലെ നല്ലതായിട്ടുള്ളൊരു സാധനമാണ്. ഞാനിപ്പോൾ എന്തായാലും ഇത് ഹെയറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് ആയതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇതിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഉലുവയാണ്. ഞാൻ ഉലുവ ഒന്ന് കഴുകിയിട്ട് ഒരു ഫുൾ ഡേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകണം ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 1-ാം പാലാണ് ഈ ഇരിക്കുന്നത്. 1-ാം പാൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി.
അല്ലെങ്കിൽ ആദ്യം തന്നെ ആ ഒരു തേങ്ങ ചിരകിയതും ഉലുവയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂട്ടി വെച്ച് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നാം പാലാണെങ്കിലും നമ്മൾ തേങ്ങയും ഉലുവയും വെച്ച് തന്നെയാണ് അരയ്ക്കുന്നത്. കുറച്ച് വെള്ളം കുറച്ചൊഴിച്ചാണ് അരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്. ഇതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാത്തവർക്ക് വെള്ളം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തേങ്ങയും ഉലുവയും ചേർത്തിട്ട് ഒരുമിച്ച് തന്നെ മിക്സിയിലിട്ട് അരയ്ക്കണം. അരിച്ച് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അതേപോലെ അങ്ങ് എടുത്ത് തലയിൽ തേക്കാൻ പറ്റത്തില്ല. അരിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കോലത്തിൽ കിട്ടുക. ഈ രണ്ടാം പാലായിട്ട് എടുത്തതിലോട്ടാണ് നമ്മൾ ലിക്കോറൈസ് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേരത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ മാസ്കായിട്ട് തലയിലോട്ട് ഇടുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഉടഞ്ഞു ചേരും. ഒന്നാം പാൽ എന്തിനാണ് എടുത്തതെന്ന് ഞാൻ പിന്നെ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഹെയർ മാസ്ക് ഇടാൻ നേരത്ത് ചെയ്യുന്ന പോലെ ഓയിൽ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഓയിൽ ഇടാതെയാണ് ഞാൻ ഈ ഹെയർ മാസ്ക് തേച്ച് കൊടുക്കുന്നത്. കാരണം നമ്മളിത് തേങ്ങാപ്പാലിലല്ലേ കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കും. പനി വന്നതിന് ശേഷമുള്ള മുടി കൊഴിച്ചിലൊന്നും എനിക്ക് ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ഇത്രയും മുടി ചീകിട്ട് എൻ്റെ നിന്ന് ആപ്പടെ ഒരു മുടിയും കണ്ടേ കൊഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം എന്തായാലും ഞാൻ മുടി നന്നായിട്ട് ഒന്ന് ചീവി ഉടക്കൊക്കെ അറുത്ത് മാറ്റിയിട്ടാണ് ഞാൻ മാസ്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുടിയുടെ ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം. എന്തായാലും ഞാനിപ്പം മുടി വെട്ടിയാലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ അളന്ന് വെച്ചാൽ നമ്മൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് എത്ര ലെങ്ത് ആയിട്ട് മുടി വളർന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ലൈവായിട്ട് അളന്ന് കാണിച്ചു തരുന്നത്. ഞാൻ സ്വന്തമായിട്ട് നോക്കിയാൽ 64 സെൻറ്റിമീറ്ററാണ് മുടി, 25 ഇഞ്ചായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് എത്ര ലെങ്താണ് മുടിയും നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം എന്തായാലും ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ മുടി ഒരു സൈഡ് കെട്ടി വെച്ചിട്ടാണ് മാസ്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മാസ്കിൽ ആ മുള്ളെത്തി കംപ്ലീറ്റ്ലി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പൊടിയിൽ ഇപ്പോൾ കട്ടകളൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് അതേപടി നമ്മൾ സ്കാൽപ്പിലോട്ട് തേച്ച് കൊടുക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹെയർ മാസ്ക് ഇടുന്നത് എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ പല വീഡിയോയിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഏത് മാസ്ക് ആണെങ്കിലും ശരി, ആദ്യം തലയോട്ടിയിൽ തന്നെ എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രം ലെങ്തിലോട്ട് തേച്ചാൽ മതി. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ലെങ്തിലോട്ട് ഫോക്കസ് ചെയ്താൽ മതി. നമ്മുടെ മെയിൻ ലക്ഷ്യം തലയോട്ടിയാണ്. തലയോട്ടിയിൽ നിന്നാണ് മുടി കിളിർക്കുന്നത്. അവിടെ തന്നെ എല്ലാ സാധനവും എത്തണം. എന്നിട്ട് നമ്മൾ എത്തിയതിന് ശേഷം ഒരു ചെറിയ മസാജും കൂടെ കൊടുത്തേക്കണം. എന്നാലേ നമ്മുടെ മുടിയിലോട്ട് ഈ ഹെയർ മാസ്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഹെയർ മാസ്ക് ഇട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, അത് കുറച്ച് നേരം വച്ചിരിക്കുകയും വേണം. പിന്നെ അതിന് ഷാമ്പൂ ഇട്ട് അന്ന് തന്നെ കഴുകിക്കളയാനും പാടില്ല. ഒരു ദിവസമെങ്കിലും തലയിൽ ഇട്ടിരിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പം എന്തായാലും ഞാൻ മുടി വെട്ടിയോണ്ട് എനിക്ക് പണ്ടത്തെ പോലെ ഒരുപാട് സെക്ഷൻസ് എടുത്തിട്ട് ഇങ്ങനെ മുടിയിൽ തേക്കേണ്ടി വന്നില്ല. കുറച്ച് സെക്ഷൻ എടുത്തിട്ട് ഞാൻ അങ്ങനെ ബൾക്കായിട്ട് തേക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേസ്റ്റ് ഒന്നും ആവാതെ എനിക്ക് പെട്ടെന്ന് ഹെയർ മാസ്ക് ഇട്ട് തീർക്കാനും പറ്റി. പിന്നെ ലിക്കോറൈസിൻ്റെ കാര്യത്തിൽ പലർക്കും ചെറിയ സംശയങ്ങളെങ്കിലും കാണുമായിരിക്കും. ലിക്കോറൈസ് എന്ന് പറയുന്നത് മുള്ളേത്തി അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ അങ്ങാടി കടയിൽ എന്തായാലും വാങ്ങാൻ കിട്ടുന്ന ഒരു തടി കഷ്ണം പോലെയാണ്. അതാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ആ റൂട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പൊടിയാക്കി ഈ ഒരു തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ വെള്ളം പോലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെയറിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പൊന്നേച്ചി ഞങ്ങളൊക്കെ ഇതെങ്ങനെ ചെയ്യുമെന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഇതാണ്. അങ്ങാടി കടയിൽ നിന്ന് ഈ ഇരട്ടി മധുരം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയായിട്ട് തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിക്കുക. ഇരട്ടി മധുരമായിട്ടാണ് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ അതിനെ പൊടിപ്പിച്ചെടുക്കുക. എന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉലുവയും പൊടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകണം. ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം പാക്ക് ഇടുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മൾ ഈ 2 പൊടികളും കൂടെ ചേർത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ഈ ചൂടുവെള്ളമൊക്കെ തണുത്തൊഴിയുമല്ലോ. അതിനുശേഷം ഈ ഒരു സാധനം ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് ഇരിക്കണം. അത് നമ്മൾ തലയോട്ടിയിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മാസ്ക് ഒന്നും ഹോസ്റ്റലിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല ചേച്ചി എന്നാണ് പറയണമെങ്കിൽ ഈ ഒരു ഇരട്ടി മധുരം, അത് പൊടിയാണെങ്കിലും മറ്റേ തണ്ടാണെങ്കിലും അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം കിട്ടുമല്ലോ. പൊടിയാണെങ്കിൽ വെള്ളം അങ്ങ് ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് എടുത്ത് വെച്ചേക്കും. ഉലുവയും അതുപോലെ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് ആ വെള്ളം മാത്രം നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കിട്ടിയ ഈ ഇരട്ടി മധുരത്തിൻ്റെ വെള്ളവും ഉലുവയുടെ വെള്ളവും കൂടെ ചേർത്ത് വെച്ചിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതൊരു 1 മണിക്കൂർ പക്ഷേ തലയിൽ ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇങ്ങനെ നമ്മൾ ഹെയർ മാസ്ക് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മളതൊരു 3/4 മണിക്കൂർ തലയിൽ ഇട്ടിരിക്കണം. ഒരുപാട് നേരം തലയിൽ ഒന്നും ഇട്ടിരിക്കാൻ പറ്റാത്തവർ ഒരു അരമണിക്കൂർ ഇട്ടിരുന്നാൽ മതി. ഇപ്പം എന്തായാലും ഞാൻ 2 സൈഡിൽ മാസ്ക് തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ ആദ്യം ഒരു 1-ാം പാൽ എടുത്ത് വെച്ചിരുന്നില്ലേ ഇതിൻ്റെ, അതെന്തിനാണെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ നല്ലൊരു കണ്ടീഷണർ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. തേങ്ങാപ്പാൽ ഓൾറെഡി നല്ലൊരു കണ്ടീഷണറാണ്. അതിൻ്റെ കൂടെ ഉലുവയും കൂടെ ചേരുമ്പോൾ നമുക്ക് ഇരട്ടി എഫക്റ്റാണ് കിട്ടുന്നത്. ഉലുവ ഓൾറെഡി ഒരു വിഴുവിഴുപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും.
തേങ്ങാപ്പാൽ ഈ ഉലുവയും കൊണ്ട് ചേരുന്ന സമയത്ത് നന്നായിട്ട് മുടി മോയ്സ്ചറായിട്ടിരിക്കും. ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനം കൂടെയാണിത്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് തേച്ചാൽ മതി. ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള സാധനമല്ല. എൻ്റെത് ഫ്രിസി ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും തേക്കുന്നത്. നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു ഹെയർ ചാലഞ്ച് വീഡിയോയിൽ ഇടേണ്ടത് ഈ ഒരു ഹെയർ മാസ്ക് ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ സമയം തന്നെ മുടിയിൽ ഇട്ടിരിക്കുക. എന്നെപ്പോലെ ഫ്രിസി ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം ഈ കണ്ടീഷണറും കൂടെ മുടിയിൽ ഇട്ടിട്ട് 3/4 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം. ഇരട്ടി മധുരം എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മുടിയിലും മുഖത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് സാധനമാണ്. പ്രത്യേകിച്ചും ഡാൻഡ്രഫിനും തലയോട്ടിയിൽ ഇറിറ്റേഷനും ചൊറിച്ചിലും പിന്നെ ഡ്രൈ ആയിട്ടുള്ള തലയോട്ടി ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനമാണ് ഈ ലിക്വറൈസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ചാലഞ്ചൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മാസ്ക് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഡാൻഡ്രഫൊക്കെ മാറിയാലേ മുടി നന്നാകത്തുള്ളൂ. പിന്നെ ഞാൻ ഈ അവസാനം വന്ന ആ തേങ്ങാപ്പാൽ ഇങ്ങനെ വഴിച്ചെടുത്തങ്ങ് ഉപയോഗിക്കുകയാണ്. കാരണം തേങ്ങാപ്പാൽ പിഴിയാനൊക്കെ നല്ല പാടുണ്ട്. പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ ഉലുവയും കൂടെ ചേരുമ്പോൾ പിഴിയാൻ നല്ല പാടാണ് കേട്ടോ. കാരണം ഈ ഉലുവയിൽ കുറച്ച് വിഴുവിഴുപ്പുള്ളതുകൊണ്ട് തുണി വെച്ച് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേനും അത് കംപ്ലീറ്റ്ലി ഇങ്ങ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി അത് പറഞ്ഞില്ല എന്ന് വേണ്ട, പിഴിയാൻ നല്ല പാടാണ്. പിഴിഞ്ഞ് അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിഴിഞ്ഞു കഴിഞ്ഞാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കഴുകി കളയാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മുടിയിൽ ഈ തേങ്ങയും ഉലുവയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കഴുകി ഇറക്കാൻ ഇച്ചിരി പാടുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയൊന്നും ഞാൻ ഈ നെറ്റിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. കാരണം ചൂടുരുള്ളതുകൊണ്ട് ഇത് തേച്ചാൽ ചൂടുരുമൊക്കെ ഒന്ന് കുറഞ്ഞോളും. കാരണം തേങ്ങാപ്പാലുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹെയർ കെയർ ചാലഞ്ച് വീഡിയോ നമ്മൾ ഇനിയും തുടരുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.